ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പിയായ എരിശ്ശേരിയുമായിട്ടാണ്. അപ്പോൾ സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത റെസിപ്പിയാണ് എരിശ്ശേരി. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഒക്കെ കുതിർത്തെടുക്കണം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മത്തനാണ്. അപ്പം ഞാനിവിടെ 2 കപ്പ് മത്തന് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറുള്ള പഴുത്ത മത്തൻ എടുക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക എരിശ്ശേരിക്ക്. അപ്പം മത്തൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും മത്തൻ നന്നായി വെന്ത് വന്നോളും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം ഇതിലേക്കുള്ള. അപ്പോൾ അതിനു വേണ്ടി 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്താൽ പോരാട്ടോ, നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മത്തനൊക്കെ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. മത്തൻ പിന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കുക. അപ്പം ഞാനിതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലോട്ട് തന്നെ അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പം മൺചട്ടിയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അതുകൊണ്ടാണ് മൺചട്ടിയിലോട്ട് മാറ്റിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വേവിച്ചെടുക്കുമ്പോൾ ഈ ഉടയാതെ കിടക്കുന്ന മത്തൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. മത്തൻ നന്നായിട്ട് വെന്തുടയണം, എന്നാൽ എരിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ തേങ്ങ ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഉടയാതെ കിടക്കുന്ന മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുത്ത അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്കൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്ന്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങ ചേർത്തത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എണ്ണയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി വന്നോളും. അപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പം നല്ലൊരു കളർ കിട്ടും നമ്മുടെ എരിശ്ശേരിക്ക്. അതിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ മുളക് പൊടി ചേർത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. അപ്പം മുളക് പൊടി ചേർത്തിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഇളക്കി കൊടുത്തത്. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചച്ചുവയും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലോട്ട് ഇത് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല തിക്കായിട്ട് വേണം കേട്ടോ എരിശ്ശേരി ഇരിക്കാൻ. നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പോവരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ എരിശ്ശേരി നല്ലൊരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് വീണ്ടും തിക്കായിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് എരിശ്ശേരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്